ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാതെ കിഴങ്ങ് വേവിച്ച് എടുക്കാതെ എളുപ്പത്തിന് കൂട്ടുകറി വയ്ക്കാനാണ് റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ 1 കിലോ സവാള നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കിലോ ഉരുളക്കിഴങ്ങ് രണ്ടും കൂടെ 1 കിലോ. അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വയ്ക്കാം. കിഴങ്ങ് വറുത്തരയ്ക്കാതെ കിഴങ്ങ് വേവിക്കാതെയും നമുക്ക് വേഗത്തിൽ കൂട്ടുകറി വയ്ക്കാൻ പറ്റും. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നിങ്ങളൊരു പ്രാവശ്യം ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ടു. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 5 പച്ചമുളക്. അതിൻ്റെ കൂടെ നമുക്ക് 2 തണ്ട് കറിവേപ്പില. അതിൻ്റെ കൂടെ ഒരു പീസ് ചെറിയൊരു പീസ് പട്ട, ഒരു ഏലക്ക. പച്ചമുളകിൻ്റെ നിറമൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇത് സവാള ഇട്ട് കൊടുക്കും. ഫ്ലെയിം കൂട്ടി നമ്മൾ കടുക് വറുക്കാൻ വേണ്ടി ഒഴിച്ച എണ്ണയിൽ സവാള നന്നായിട്ട് വഴറ്റണം. സവാള നന്നായിട്ട് വെന്ത് നല്ല ബ്രൗൺ നിറമായിട്ട് വരണം. ഇതുപോലെ സവാള നന്നായിട്ട് വെന്ത് നല്ല ബ്രൗൺ നിറമായി കടുക് വറുക്കാഴ്ച എണ്ണയിൽ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് നമ്മൾ മസാല ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂൺ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 3 സ്പൂൺ മുളക് പൊടി. ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ്. വലിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ 2 സ്പൂണൊക്കെ മതിയാവും. പിന്നെ നമുക്കിതിനാണ് നന്നായിട്ടൊന്ന് മറച്ച് വെച്ചിട്ട് പെരിഞ്ചീരകം പൊടിച്ച് ഒരു 3/4 സ്പൂൺ, അത് നന്നായിട്ട് മറച്ച് വെച്ചു. മല്ലി മുളകൊക്കെ വറുത്തതാണ്, മസാല മാത്രമേ പച്ചയുള്ളൂ. അത് നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കുമ്പോൾ ആ മസാലയുടെ പച്ച ചുവയൊക്കെ മാറും. പിന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങ പച്ചയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. വറുക്കാതെ നമ്മൾ ചേർക്കണം. ഇതിനെ അതിലോട്ട് ചേർക്കും. നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം. നമ്മൾ കിഴങ്ങും കൂടെ വേവണം, അതനുസരിച്ച്
നമ്മൾ ഈ അരപ്പിൽ വേണം ഇനി കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ വയ്ക്കണം. ആ കിഴങ്ങ് വെന്ത് കിട്ടാനുള്ള വെള്ളം നമ്മൾ കൂടുതൽ വയ്ക്കണം. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വേവാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടു, കുറച്ച് ഉപ്പും കൂടെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കും. നമ്മൾ കട്ട് ചെയ്ത് വെച്ച കിഴങ്ങ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മറിച്ച് ഇനി ഈ ഗ്രേവിയിൽ കിഴങ്ങ് നന്നായിട്ട് വേവും. അപ്പോൾ ഇനി ഫ്ലെയിം കൂട്ടി വെച്ചു. ഇതൊരു 10-20 മിനിറ്റ് വേണ്ടി വരും ഈ കിഴങ്ങ് ഗ്രേവിയിൽ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിഴങ്ങ് വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഗ്രേവി കറക്റ്റായിരിക്കും. ആ പാത്രം ചെറുതായതുകൊണ്ട്, ചെറിയ ചട്ടിയാണ്, ചട്ടി ചെറുതായതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചപ്പം ചട്ടി നിറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഇതിൽ നിന്ന് തിളച്ച് വെന്ത് പറ്റിക്കോളും. ഇതിപ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല, അടച്ചു കഴിഞ്ഞാൽ ഈ ഗ്രേവിയൊക്കെ പുറത്തും. അടയ്ക്കാതെ വെച്ചിട്ട് നമുക്ക് കുറച്ച് വറ്റിക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി നന്നായിട്ട് വറ്റി റെഡിയായി. ഉണ്ടല്ലേ, നല്ല തിക്ക് ഗ്രേവിയൊക്കെ ഉണ്ട്. ഇപ്പോൾ കൊണ്ട് മസാലയുടെ ചുവയും നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ നിങ്ങളിതുപോലെ വയ്ക്കുമ്പോൾ ഒരു പീസ് ഏലക്കയും ഒരു ചെറിയ പീസ് പട്ടയും കൂടെ പൊടിച്ച് നമ്മൾ കടുക് വറുക്കുമ്പോൾ അതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല മണവും ടേസ്റ്റും ആയിരിക്കും. തേങ്ങ വറുത്തരയ്ക്കാതെ ഇതുപോലെ കൂട്ടുകറി വെച്ചാലും നന്നായിരിക്കും. ഈ റെസിപ്പി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ പറയുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇതുപോലെ എളുപ്പത്തിന് നിങ്ങൾ കൂട്ടുകറി വെച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.